എനിക്ക് യേശുക്രിസ്തുവിനെ ഇഷ്ടമാണ്. ബൈബിളും ഞാൻ വായിക്കും. പക്ഷേ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന കൂട്ടരെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു സഭയിലും പോകാറേയില്ല. ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളെക്കാളും ഞാൻ നീതിമാനാണ് എന്ന് ധരിച്ചിരിക്കുന്ന ആളുകൾ പറയുന്ന വാക്കുകളാണിത്. ഒരുപക്ഷെ നിങ്ങളും ഇത് കേട്ട് കാണും. ക്രിസ്ത്യാനികൾക്ക് ആർക്കും ഒരു കുഴപ്പവുമില്ല. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നവരൊക്കെ ഏറ്റവും നല്ല ആളുകളാണ്. അവർ പോകുന്ന സഭകളിലൊന്നും ഒരു പ്രശ്നവുമില്ല എന്നൊന്നും പറയാനല്ല ഞാൻ ശ്രമിക്കുന്നത്. അത് ശരിയല്ല എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. ഈ കാര്യങ്ങളൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനും അറിയാമായിരുന്നു. എങ്കിലും പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഭ എന്നത് ഒരു ബിൽഡിംഗ് അല്ല, മറിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കൂട്ടമാണ്. അവർ ഒരുമിച്ച് കൂടണമെന്നും യേശുക്രിസ്തുവിനെ അവർ ഓർക്കണമെന്നും പരസ്പരം കൂട്ടായ്മ ആചരിക്കണമെന്നും ദൈവവചനം കേൾക്കണമെന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പുതിയ നിയമം പഠിപ്പിക്കുന്നു. സഭകളിൽ പോകുന്ന എല്ലാവരെക്കാളും ഞാൻ നീതിമാനായതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സഭയിൽ പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അഹങ്കാരത്തിൽ കുറഞ്ഞതൊന്നുമല്ല. സഭകളിൽ നടക്കുന്ന കൊള്ളരുതായ്മകളുടെ കാരണം പറഞ്ഞ് കൂട്ടായ്മ ആചരിക്കുവാൻ പോകാതിരുന്നാൽ അതുകൊണ്ടുള്ള നഷ്ടം പോകാതിരിക്കുന്നവർക്ക് തന്നെയാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം തുടങ്ങുമ്പോൾ അവിടെ വളരെ അധാർമികമായി ജീവിച്ച ഒരു പുരോഹിതൻ്റെ കുടുംബത്തെക്കുറിച്ച് കാണുന്നു. ഏലി പുരോഹിതൻ്റെ മക്കളായിരുന്ന ഹോഫ്നിയും ഫിനെഹാസും ചെയ്യാത്ത അധർമ്മമൊന്നുമില്ലായിരുന്നു. ഇതൊക്കെയാണെങ്കിലും അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന എൽക്കാന എന്ന ആളുടെ കുടുംബം മുടങ്ങാതെ സമാഗമന കൂടാരത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പോകുമായിരുന്നു. എഫ്രൈം മലനാട്ടിൽ നിന്നും ദൂരെ യാത്ര ചെയ്ത് ശീലോവിൽ പോകേണ്ട ഒരാവശ്യവുമില്ല. ലേവി പുരോഹിതൻ്റെ ദുർമാർഗികളായ മക്കളുടെ മുമ്പിൽ യാഗം കഴിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നൊന്നും അവർ ചിന്തിച്ചില്ല. എൽക്കാനയും കുടുംബവും മുടങ്ങാതെ ശീലോവിലേക്ക് ആരാധനയ്ക്കായി പോയിക്കൊണ്ടേയിരുന്നു. അവരുടെ ആത്മാർത്ഥതയെ മനസ്സിലാക്കുന്ന ആരും ശീലോവിൽ പുരോഹിതന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ദൈവസന്നിധിയിൽ ആരാധന കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എൽക്കാനയുടെ ഭാര്യയായ ഹന്ന സാധാരണ ആളുകൾ ചെയ്യാത്ത ഒരു കാര്യം കൂടി ചെയ്തു. അവൾ ദൈവസന്നിധിയിൽ ശബ്ദമുണ്ടാക്കാതെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു. അതും തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്നാൽ ഇതിനൊക്കെ ദൈവം അവർക്ക് വലിയ പ്രതിഫലമാണ് നൽകിയത്. ആളുകളെ ദൈവഭക്തിയിലേക്ക് നടത്തേണ്ട പുരോഹിതന്മാർ ദുഷ്ടന്മാരായി ജീവിച്ച ആ കാലത്ത് ഇസ്രായേലിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം ബഹുമാനിക്കപ്പെടുന്ന ഒരു മകനെ ദൈവം അവർക്ക് നൽകി. ശമൂവേൽ പ്രവാചകനെ അറിയാത്തവർ ആരും അതിനുശേഷം ഇസ്രായേലിൽ ജീവിച്ചിട്ടില്ല. അത്തരം ഒരു മകനെ ദൈവം ആ കുടുംബത്തിന് നൽകിയതിൻ്റെ ഒരു കാരണം എല്ലാ തടസ്സങ്ങളെയും അവഗണിച്ചുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ പോയി എന്നതാണ്. സഭായോഗത്തെ അലക്ഷ്യമാക്കരുത് എന്ന് തന്നെയാണ് പുതിയ നിയമം നമ്മോട് പറയുന്നത്. മറ്റുള്ളവരെക്കാൾ നിങ്ങൾ എത്ര നീതിമാനാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ദൈവം സഭയിൽ മറ്റുള്ളവരോടുകൂടെ ആരാധിക്കുവാൻ നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.